ആ പെട്രോൾ അടിച്ചു തരൂല. പെട്രോൾ അടിച്ചു തരുന്നില്ലടാ. ലാസ്റ്റ് വീഡിയോയിൽ പലർക്കും കാര്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നി. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സംഭവം രാത്രി 11 മണിക്ക് ഞാൻ ഈ പൊക്കറയിൽ നിന്ന് ലോവർ മസ്താങ്ങിലേക്ക് പോകുന്ന സമയത്താണ് ഈ പെട്രോൾ പമ്പ്. അപ്പോൾ ഏകദേശം 11 മണി വരെ ഞാൻ ഈ സംഭവം കാണുന്നത്, എണ്ണ കഴിയാനായത്. അങ്ങനെ ഉള്ള എണ്ണ വെച്ചിട്ട് ഞാൻ ഈ പമ്പിലേക്ക് വെച്ച് പിടിച്ച്. ഈ പമ്പ് 24 hours ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ എത്തി നോക്കുമ്പോൾ ഒരു കുട്ടിയില്ല, അവിടെ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു പമ്പുള്ളത്. അങ്ങനെ ഞാനവിടെ ടെൻ്റ് അടിക്കുക ചെയ്തത്. അവിടെ ചോദിക്കാൻ വേണ്ടി ആരും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഞാൻ ചോദിച്ചിട്ട് ടെൻ്റ് അടിക്കലുള്ളൂ. അല്ലാണ്ട് ചോദിക്കാണ്ട് ടെൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ബസ് സ്റ്റോപ്പ് പോലത്തെ ഒന്നെങ്കിൽ ഒരു സർക്കാർ ഏരിയ അങ്ങനത്തെ സ്ഥലത്ത് അടിക്കലുള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ ടെൻ്റ് അടിക്കലില്ല അങ്ങനെ ചോദിക്കാണ്ട്. ഇത് വല്ലാത്തൊരു അനുഭവമായിപ്പോയി. ചങ്ങായി വന്നിട്ട് ഫുൾ ചവിട്ടി പൊളിക്കുന്ന കേട്ടിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത്, നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ ഞാൻ പോകില്ലേ. അപ്പോൾ ചങ്ങായി ഇങ്ങനെ എന്തല്ലോ കൊണ ആക്കുന്ന പിടിക്കും. അതിലിടയ്ക്ക് ഒരു വർഗീയ പരാമർശം ഉണ്ടായിന്, ഞാൻ പറയുന്നില്ല, കാരണം നേപ്പാളിനെ കുറിച്ച് അങ്ങനത്തെ സംഭവം ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ യാത്ര വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ. ടെൻ്റിലടിച്ച് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ മനുഷ്യന്മാരിലുണ്ട് ഈ ലോകത്ത്.